കൊല്ലത്ത് തീ തുപ്പുന്ന വാഹനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ്. മോഡിഫൈ ചെയ്ത് അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ്റേതാണ് വാഹനം. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യും. വാഹനവും ഉടമയും ഒളിവിലാണ്. വാഹന ഉടമയുടെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ ചേരുന്നുണ്ട്. ഷമീർ, കഴിഞ്ഞ ദിവസം ഇത് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലുമായതാണ് ഈ വാഹനം തീ തുപ്പുന്ന ദൃശ്യങ്ങൾ. അതിപ്പോൾ ആ രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടു നടക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം കുണ്ടറയിൽ ഒരു വിവാഹ ചടങ്ങിൽ എത്തിയതായിരുന്നു ഈ കാറ്. അതിനുശേഷം അവിടെ നിന്നും സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഒരു വീഡിയോ, അത് മോട്ടോർ വാഹന വകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ തീ വലിയ രീതിയിൽ തുപ്പുകയും അതിൽ നിന്നും വലിയ രീതിയിൽ തീ പുറത്തേക്ക് വരുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ നമ്പർ പ്ലേറ്റ് മറച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റെയാണ് വാഹനമെന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ മുഹമ്മദ് ഇർഫാന്റെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തിച്ചേരുകയും ഈ വിവരം ധരിപ്പിക്കുകയും വാഹനം ഉടൻ തന്നെ സറണ്ടർ ചെയ്യിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇതിനുശേഷം മുഹമ്മദ് ഇർഫാന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. ഇന്ന് 1 മണിക്ക് മുമ്പ് ഈ വാഹനം സറണ്ടർ ചെയ്തില്ലെങ്കിൽ അത് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ആരും മോട്ടോർ വാഹന വകുപ്പിനെതിരെ വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവം, ഇത്തരത്തിലൊരു വാഹനം നഗരത്തിലൂടെ ഓടുന്നു, ഈ വാഹനത്തിന് പിടികൂടാൻ കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. ഇതിനെ തുടർന്നാണ് മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് RTO ദിലുവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. ഹർഷൻ. ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തീ തുപ്പുന്ന മട്ടിൽ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മളിപ്പോൾ വിദേശത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട് ദൃശ്യങ്ങളിലൊക്കെ. പക്ഷേ ഇത് വളരെ അപകടകരമായ രീതിയിൽ തന്നെയാണ് അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയ അളവിലൊന്നുമല്ല, ഒരു തീപ്പൊരിയൊന്നുമല്ല, ഒരു വലിയ തീപിടുത്തത്തിന് പറ്റുന്ന തരത്തിലുള്ള തീയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നതുകൂടിയാണ് പ്രശ്നം.